വേദങ്ങളെ വാമൊഴിയായി നമുക്ക് കിട്ടിയിരിക്കുന്ന വേദങ്ങളെ, ശ്രുതിയായി നമുക്ക് കിട്ടിയിരിക്കുന്ന വേദങ്ങളെ പകർത്തിയത്, വരമൊഴിയാക്കിയത് വേദവ്യാസനാണ്. 4 വേദങ്ങൾ നമുക്കുണ്ട്. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. അതില് ഈ വേദങ്ങളുടെ അവസാന ഭാഗം എന്ന് പറയുമ്പോൾ വേദം കൊണ്ട് അർത്ഥമാക്കുന്നത് പരമമായ ജ്ഞാനമാണ്. അതിനെയാണ് ഉപനിഷത്ത് എന്ന് പറയുന്നത്. അത് 1180 ഉപനിഷത്തുക്കൾ ഉള്ളതായി കരുതുന്നു. അതിൽ ശങ്കര ഭഗവത്പാദര് 10 ഉപനിഷത്തുക്കൾക്ക് ഭാഷ്യം ചമച്ചിട്ടുണ്ട്. അങ്ങനെ അതുകൊണ്ട് നമ്മൾ ശങ്കര ഭഗവത്പാദരെ വിളിക്കുന്നത് ഭാഷ്യകാരൻ എന്നാണ്. 8ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ശങ്കര ഭഗവത്പാദരെയും ബ്രഹ്മസൂത്രത്തെയൊക്കെ പറയാതെ നമുക്ക് വേദാന്ത സൂത്രത്തിലേക്ക് കടക്കാൻ പറ്റില്ല. അപ്പോ പ്രസ്ഥാനത്രയങ്ങൾ ശങ്കരാചാര്യര് പ്രസ്ഥാനത്രയങ്ങൾക്ക് ഭാഷ, അധ്യാത്മശാസ്ത്രത്തിന്റെ ബാലപാഠങ്ങൾ നമ്മൾ പഠിച്ചു വേണം. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു പോകണം. നമുക്ക് ഇപ്പോഴും അറിയില്ല ഭാരതത്തിന്റെ അധ്യാത്മശാസ്ത്രത്തെ സംബന്ധിച്ചിട്ടുള്ള ശരിയായൊരു കാഴ്ചപ്പാട് നമുക്കില്ല. അപ്പൊ ഗുരുവിന്റെ കൃതികൾ പഠിക്കുമ്പോൾ നമ്മൾ ഈ ഒരു അടിത്തറയും കൂടി നമുക്ക് വേണം. ശങ്കര ഭഗവത്പാദര് പ്രസ്ഥാനത്രയങ്ങൾക്ക് ഭാഷ്യം ചമച്ചു. പ്രസ്ഥാനത്രയം, ഈ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ എന്താ പറയാ, മോചനമാർഗം, മുക്തിമാർഗം എന്ന് പറയും. പ്രസ്ഥാനത്രയങ്ങൾ 3 ഉപനിഷത്ത്, ബ്രഹ്മസൂത്രം, ഭഗവത്ഗീത. പ്രസ്ഥാനം എന്ന വാക്കിന് മോചനം എന്നർത്ഥം. പ്രസ്ഥാനത്രയം എന്ന് പറഞ്ഞാൽ മോചനത്രയം. എന്തിനാ? ആത്മസ്ഥാനത്തേക്കുള്ള യാത്രയ്ക്ക് നമ്മളെ സജ്ജമാക്കുന്ന 3 അതിവിശിഷ്ടമായ ഗ്രന്ഥങ്ങളാണ് ഉപനിഷത്തും ഭഗവത്ഗീതയും ബ്രഹ്മസൂത്രവും. പ്രസ്ഥാനം എന്ന വാക്കിന്റെ അർത്ഥം ശ്രദ്ധിക്കുക. നമ്മളുടെ ലക്ഷ്യത്തിലേക്ക് നമ്മളെ എത്തിക്കാൻ സഹായിക്കുന്ന യാത്രയാണ് പ്രസ്ഥാനം. ജീവിത ദുഃഖങ്ങളാണ് മനുഷ്യന്റെ എക്കാലത്തെയും പ്രശ്നം. അപ്പോ ഈ ദുഃഖങ്ങൾ ഇല്ലാതെയാക്കണമെങ്കിൽ ആ ദുഃഖത്തിനപ്പുറമുള്ള ആനന്ദ സ്വരൂപമായ നമ്മളിലെ ചൈതന്യത്തെ നമ്മൾ അറിയണം. അതുകൊണ്ടാണ് നമുക്ക് ദുഃഖം ഉണ്ടാകുന്നത്. അറിയേണ്ടത് അറിയാത്തത് കൊണ്ടാണ് ദുഃഖം ഉണ്ടാകുന്നത്. ഋഷിമാർ കണ്ടെത്തിയ ആ സത്യവചസ്സുകളാണ് ഉപനിഷത്തുക്കൾ എന്ന് പറയുന്നത്. അപ്പോൾ ജീവിത ദുഃഖം മാറാനാണ് ഉപനിഷത്ത്. ബ്രഹ്മസൂത്രം രചിച്ചത് ബാദരായണനാണ്. വേദവ്യാസനാണ് ബ്രഹ്മസൂത്രം രചിച്ചത്. ഈ വേദവ്യാസനെ ഗുരു എവിടെ പറഞ്ഞിരിക്കുന്നത് എന്നൊന്ന് വെറുതെ ആലോചിച്ച് നോക്കിയേ. വേദവ്യാസനെ എന്തിനാ ഇപ്പൊ ടീച്ചറെ പറഞ്ഞ വേദാന്ത സൂത്രം പഠിപ്പിച്ച പോരെന്ന് ചോദിച്ചാൽ ഗുരുവാണ് എനിക്ക് പറഞ്ഞു തന്നത് വേദവ്യാസനെ പറയണമെന്ന്. അപ്പോ വേദവ്യാസനെ പറയണ എന്തിനാണെന്ന് മനസ്സിലായല്ലോ. ഇവിടെ നമ്മൾ പറയുന്നത് നമ്മുടെ പ്രകരണവുമായി നമ്മുടെ പാഠഭാഗവുമായി ബന്ധപ്പെട്ടത് ജാതി നിർണയമാണ് കേട്ടോ. പറഞ്ഞത് പറച്ചിയിൽ നിന്നു പണ്ട് പരാശര മഹാമുനി പിറന്നു മറസൂത്രിച്ച മുനി കൈവർത്തകന്യയിൽ നിന്ന് ഗുരു പറഞ്ഞു തന്നു. പറയുന്ന എവിടെ വെച്ചാ? ജാതിയെ കുറിച്ച് പറയുമ്പോഴാണ്. ഭാരതത്തിന്റെ അധ്യാത്മശാസ്ത്രങ്ങളിൽ 3/4 രചിച്ചിട്ടുള്ളത്, ഒരു 99% രചിച്ചിട്ടുള്ളത് വേദവ്യാസനാണ്. അതുകൊണ്ട് ആ വ്യാസനിൽ നിന്നാണ് ഈ ജഗത്തിലെ സർവ്വ അധ്യാത്മശാസ്ത്രവും വന്ന് എന്നുള്ളത് കൊണ്ടാണ് വ്യാസോച്ഛിഷ്ടം ജഗത് സർവം എന്ന ഒരു പ്രശസ്തമായ ഉക്തിയുണ്ട്. വ്യാസന്റെ കയ്യിൽ നിന്ന് വന്നതാണ് അധ്യാത്മശാസ്ത്രം, അതാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന ഒരു അർത്ഥത്തിലാണത്. അപ്പൊ ഗുരുവും നമുക്കത് പറഞ്ഞു തന്നു. പുരുഷാകൃതി പൂണ്ട ദൈവമോ, ഒരു മനുഷ്യന്റെ ശരീരം സ്വീകരിച്ചെത്തിയ ദൈവമാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ജ്ഞാനസമ്പത്ത് തരാൻ സാധിച്ചത്, അല്ലെ? അപ്പൊ ഗുരുവും പുരുഷാകൃതി പൂണ്ട ദൈവമാണ്, അല്ലെ? പരമപുരുഷാകൃതി പൂണ്ട ദൈവമാണ് ഗുരു. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ജ്ഞാനസമ്പത്ത് തന്നത്. അത് അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോ ഈ വേദവ്യാസന്റെ പാരമ്പര്യത്തെ ഗുരു ഒന്ന് സൂചിപ്പിക്കുകയാണ്. വസിഷ്ഠന്റെ പുത്രനായ ശക്തിക്ക് അദൃശ്യന്തി എന്ന പറയ സ്ത്രീയിൽ ജനിച്ചതാണ് പരാശര മഹാമുനി. പരാശരന് മത്സ്യഗന്ധി എന്ന മുക്കുവ സ്ത്രീയിൽ ജനിച്ച വേദവ്യാസൻ. അപ്പൊ വേദവ്യാസന്റെ കുലം നോക്കുമ്പോൾ അത്ര ഉയർന്ന കുലമൊന്നുമല്ല. എന്നിട്ടും ഭാരതത്തിന്റെ മുഴുവൻ അധ്യാത്മശാസ്ത്രവും 3/4 ഭാഗവും വ്യാസനിൽ നിന്നല്ലേ വന്നത്. അപ്പോൾ മനുഷ്യന്റെ മഹത്വത്തിനും അതുപോലെ തന്നെ ആ ജാതിക്കും തമ്മില് ജാതിയുമായി അതിനെ ബന്ധപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, വ്യക്തി മഹാത്മ്യത്തിനും തമ്മിൽ ബന്ധപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് ഒരു കൃത്രിമത്വമൊക്കെ അവിടെ നടന്നിട്ടുണ്ട് എന്ന് തന്നെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഗുരു ഇവിടെ ഈ സ്റ്റേറ്റ്മെന്റ് അവിടെ ജാതി നിർണയത്തിൽ വെച്ച് തന്നത്. അപ്പോ വ്യാസൻ എന്തൊക്കെ അധ്യാത്മ ഗ്രന്ഥങ്ങളെ എഴുതിയേക്കണെന്ന് നമുക്കൊന്ന് അറിയണ്ടേ? ഏതൊക്കെയാ വ്യാസൻ രചിച്ചിരിക്കുന്നത്?
ആദ്യം വേദത്തെ നാലാക്കി അല്ലെ, അരുമറ നാലും ഒരിക്കലോതി മുന്നം കരിമുകൾ വർണ്ണനു പങ്കു ചെയ്തു നൽകി എന്ന് പറയുന്നിടത്ത് ആ വേദം വന്നത് പരമപുരുഷനിൽ നിന്നാ വന്നത്. അത് നാലായിട്ട് പകുത്ത് കാട്ടിക്കൊടുക്കുകയാണ് ചെയ്തത് വേദവ്യാസന്. അങ്ങനെ വേദം നാലാക്കി വേദത്തെ ആകെ കാച്ചി കുറുക്കി ബ്രഹ്മസൂത്രം എഴുതി. 555 സൂത്രങ്ങളിലായി. പിന്നെ 18 പുരാണങ്ങൾ എഴുതി. അതിനു മുമ്പ് മഹാഭാരതം ഭഗവത്ഗീത ഉൾക്കൊള്ളുന്ന മഹാഭാരതം എഴുതൊക്കെ ഒന്ന് കുറിച്ചു വെക്കണം. വേദങ്ങൾ നാലാക്കി ബ്രഹ്മസൂത്രം രചിച്ചു. വേദത്തിന്റെ സത്തെടുത്ത് ബ്രഹ്മസൂത്രം രചിച്ചു. 18 പുരാണങ്ങൾ എഴുതി. മഹാഭാരതം എഴുതി. അതിന്റെ ഉള്ളിൽ ഭഗവത്ഗീത വെച്ചു. ഉപനിഷസാരമായ ഭഗവത്ഗീത വെച്ചു. ഇതൊന്നിനും തൃപ്തിയാകാതെ ശ്രീമദ് ഭാഗവതം, ഭക്തിക്ക് പ്രാധാന്യമേറിയ ഭാഗവതം, അതിൽ നിന്നുരുത്തിരിഞ്ഞു വന്ന ഗ്രന്ഥങ്ങളാണല്ലോ, സാരം എടുത്തിട്ടാണല്ലോ നാരായണീയവും ലളിതാ സഹസ്രനാമവും അങ്ങനെയൊക്കെ വന്നിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ വ്യാസനെ നമസ്കരിക്കാതെ നമുക്ക് നാരായണം, പത്മഭുവം, വസിഷ്ഠം എന്ന് പറഞ്ഞ് നമ്മൾ ഈ ഗുരുപരമ്പരയെ വന്ദിക്കുന്നത് അതുകൊണ്ടാണ്. അവരിൽ നിന്ന് സ്വീകരിച്ചതാണ് നാം തലമുറയായി കൈമാറ്റം ചെയ്യുകയും പഠിക്കുകയും ചെയ്യുന്നത്. ഗുരുവും അത് സ്വീകരിച്ചും കൊണ്ടുമാണ് നമ്മളോട് പറഞ്ഞു തന്നിട്ടുള്ളത്. ഇനി മറസൂത്രിച്ച മുനിയായ വ്യാസനെ ഗുരു നമുക്ക് പരിചയപ്പെടുത്തി തന്നു. ഇനി ബ്രഹ്മസൂത്രം എന്ന് വെറുതെ ഒരു ഹെഡിങ് എഴുതി വെക്കുക, ചെറുതായിട്ടൊരു വിവരണം കൊടുക്കുക ബ്രഹ്മസൂത്രത്തെ കുറിച്ച്. അതായത് 555 സൂത്രങ്ങളുണ്ട് ബ്രഹ്മസൂത്രത്തിൽ. വേദാന്തസൂത്രം പഠിക്കുമ്പോൾ നമ്മൾ അത് പഠിക്കണ്ടേ? ആദ്യം ഉണ്ടായത് ബ്രഹ്മസൂത്രമാണ്. അപ്പൊ അതിൽ പക്ഷേ 555 സൂത്രങ്ങളിലായി വേദത്തെ ചെറിയ ചെറിയ വാക്കുകളിലാക്കി ഒതുക്കുന്നതിനെയാണ് സൂത്രം എന്ന് പറയാ. സൂത്രം എന്താന്നൊക്കെ നമുക്ക് പഠിക്കാം. 555 സൂത്രങ്ങൾ എഴുതിയത് വേദവ്യാസൻ, ബാദരായണ ഋഷി. ഇനി ബ്രഹ്മസൂത്രത്തിന് 4 അധ്യായങ്ങളുണ്ട്. വെറുതെ കുറിച്ചിട്ടോ, ബ്രഹ്മസൂത്രത്തിന് 4 അധ്യായങ്ങളുണ്ട്. നമ്മൾ ബ്രഹ്മസൂത്രം എന്നൊക്കെ കേട്ടിട്ടുണ്ടെന്നൊക്കെ പറയണ്ടേ? അധ്യാത്മശാസ്ത്രത്തിൽ വേദാന്ത സൂത്രം പഠിക്കുമ്പോ 4 അധ്യായങ്ങളുണ്ട്. ഓരോ അധ്യായത്തിനും 4 പാദങ്ങളുണ്ട്. ബ്രഹ്മസൂത്രത്തിന് മൊത്തം 4 അധ്യായം. ഓരോ അധ്യായത്തിനും 4 വരുമ്പോ 16 പാദങ്ങൾ അല്ലെ? ഈ 16 പാദങ്ങളിലായി നിരവധി അധ്യായങ്ങളുണ്ട്. നിരവധി അധ്യായങ്ങൾ. അതിന്റെ ബേസിൽ ഓരോ അധ്യായത്തിന്റെ കൂടെ നിരവധി അധ്യായങ്ങൾ ചേർക്കപ്പെട്ടിരിക്കുന്നു. BC അതിന്റെ ഒരു കാലഗണന പറയുമ്പോൾ BC 1000-നും 500-നും ഇടയിലാണ് ബ്രഹ്മസൂത്രം രചിച്ചതെന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. BC 1000-നും 500-നും ഇടയിൽ. അപ്പോ ശങ്കരാചാര്യർക്ക് ശേഷം ശങ്കരാചാര്യരാണ് ഈ ബ്രഹ്മസൂത്രത്തിന് ഭാഷ്യമെഴുതി ശങ്കര ഭഗവത്പാദൻ. അനേകം പുറങ്ങളിൽ, അനേകായിരം പുടങ്ങളിലായിട്ട് ബ്രഹ്മസൂത്രത്തിന് ഭാഷ്യം ചമച്ചു ശങ്കര ഭഗവത്പാദർ. അത് അദ്വൈത സിദ്ധാന്തത്തെ പ്രോജ്വലിപ്പിക്കുന്ന രീതിയിലായിരുന്നു ബ്രഹ്മസൂത്രത്തിന് ഭാഷ്യം ചമച്ചത്. ഗുരു പറഞ്ഞു, തത്വത്തിൽ നാം ശങ്കരനെ പിന്തുടരുന്നു അല്ലെ? പക്ഷേ പിന്നീട് വന്ന പണ്ഡിതന്മാരൊക്കെ ബ്രഹ്മസൂത്രത്തിന് ഭാഷ്യം ചമച്ചിട്ടുണ്ട്. കുറേ ഭാഷ്യങ്ങൾ വന്നിട്ടുണ്ട്. രാമാനുജാചാര്യര് വന്നു, പിന്നെ മധ്വാചാര്യര് ദ്വൈതം, രാമാനുജാചാര്യര് വിശിഷ്ടാദ്വൈതം, നിംബാർക്കൻ, ഭാസ്കരൻ, യാദവ പ്രകാശൻ, ശ്രീകണ്ഠൻ, ശ്രീപതി, വല്ലഭൻ, ശുകൻ, വിജ്ഞാന ഭിക്ഷു, ബലദേവൻ എന്നിവർ ഭാഷ്യം ചമച്ച് ഭിന്ന ഭിന്ന മതങ്ങൾ ഉണ്ടാക്കി. കാര്യം ശങ്കരാചാര്യരാണ് ബ്രഹ്മസൂത്രത്തിന് അദ്വൈത സിദ്ധാന്തത്തെ പ്രോജ്വലിപ്പിക്കുന്ന രീതിയിലുള്ള, സമർത്ഥിക്കുന്ന രീതിയിലുള്ള ഭാഷ്യം ചമച്ചത്. മറ്റു പല ആചാര്യന്മാരും ബ്രഹ്മസൂത്രത്തിന് ഭാഷ്യം ചമച്ചപ്പോൾ അവർ അവരുടെ മതത്തെ, അവരുടെ മതം എന്ന് പറഞ്ഞ അഭിപ്രായം, അവരുടെ അഭിപ്രായത്തെ സമർത്ഥിക്കുന്ന രീതിയിലുള്ള പദങ്ങൾ കൂട്ടിച്ചേർത്ത് അതിനെ സമർത്ഥിച്ചു. അപ്പോൾ ആകെ കലുഷിതമായി. ശബ്ദജാലം, മഹാരണ്യം, ചിത്തഭ്രമണ കാരണം എന്നുള്ള രീതിയിൽ മലീമസമായി. ഭിന്ന അഭിപ്രായങ്ങൾ കൊണ്ട് മലീമസമായി മാറി. ഗുരു അവിടെ ഒന്നും തൊട്ടില്ല. കാരണം അക്കാലത്തൊരു നിയമമുള്ളത്, ഒരാൾ പണ്ഡിതനാണെന്ന് അറിയണമെങ്കിൽ ബ്രഹ്മസൂത്രത്തിന് ഭാഷ്യം ചമച്ചിരിക്കണം എന്നുണ്ട്. അപ്പൊ അങ്ങനെ
ആ ഒരു ഒരു നിലയിൽ വെച്ചുകൊണ്ട് ഭാഷ്യങ്ങൾ എഴുതി 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 ഒത്തിരി ഒത്തിരി വാദങ്ങളും പ്രതിവാദങ്ങളും തർക്കങ്ങളും ഒക്കെ ആയിട്ട് അതിനെ ബേസ് ചെയ്തുകൊണ്ട് നിരവധി നിരവധി പ്രസ്ഥാനങ്ങളും ഗ്രന്ഥങ്ങളും പിന്നെ വന്നു. ഈ ഒറ്റ ബ്രഹ്മസൂത്രത്തെ ബേസ് ചെയ്തുകൊണ്ട് നിരവധി അഭിപ്രായങ്ങളും ഗ്രന്ഥങ്ങളും ഒക്കെ വേണ്ടി വന്നു. അങ്ങനെ ഇരിക്കെ ഗുരു സ്വീകരിച്ചിരിക്കുന്നത്, ആ തത്വപരമായി ഗുരു സ്വീകരിച്ചിരിക്കുന്നത് ഏകതയെ അരക്കിട്ടുറപ്പിക്കുന്ന ശങ്കര ഭഗവത്പാദ രചിച്ച അദ്വൈത സിദ്ധാന്തത്തെ പ്രോജ്വലിപ്പിക്കുന്ന ഭാഷ്യം തന്നെയാണ്. അവിടെയും പുഴുക്കുത്തുകളുണ്ട്. അപ്പൊ അപ്പോഴും ഗുരു അതിനെയും ആ കുറച്ച് ഭാഗത്തെയും ഗുരു നിരാകരിച്ച് തന്നിട്ടുണ്ട്. ഞാൻ വിദന്റെ വാദത്തിലേക്കും തർക്കത്തിലേക്കും ഒന്നും പോകുന്നില്ല. അതുകൊണ്ട് ഗുരു ഒരു ഭാഷ്യരചനയ്ക്കും തയ്യാറായില്ല. ഭാഷ്യരചനയ്ക്ക് ഒന്നും പോകാതെ വേദത്തെ ആകെ എടുത്തിട്ട് 24 സൂത്രങ്ങളിലായിട്ട് ആ ആദ്യത്തെ ബ്രഹ്മസൂത്രത്തിൽ ഉണ്ടായിരുന്ന മാലിന്യങ്ങളെ, അഴുക്കുകളെ ഒക്കെ ഇല്ലാതാക്കുന്ന തരത്തിൽ 24 സൂത്രങ്ങളാക്കി അതിനെ സൂത്രിക്കുക ചെയ്തത് ഗുരു. അപ്പൊ ഇവിടെ സൂക്തികാരനായ ഗുരുവിനെ പഠിക്കുമ്പോൾ ആ അധ്യാത്മശാസ്ത്രത്തിലെ മാലിന്യങ്ങളെ ഇല്ലാതെയാക്കിക്കൊണ്ട് ഒരു വാദവും തർക്കവും വിദണ്ഡവും ഒന്നുമില്ലാതെ ഇനി ഒരു തലമുറ വരുമ്പോൾ ഈ വേദാന്ത സൂത്രത്തിനൊരു ഭാഷ്യം രചിക്കണം എന്നും ഒരു നില വരുമ്പോൾ, കാരണം നമുക്ക് പഠനം ഉണ്ടാവണം, ഈ പഠിക്കുന്നത് പറഞ്ഞു കൊടുക്കണം, ഇത് ശ്രദ്ധയിൽപ്പെടുത്തണം പണ്ഡിതന്മാരുടെ, കാരണം ഇതിന് ഭാഷ്യം വരണം. അങ്ങനെ വരുമ്പോൾ ഒരിക്കലും ഒരു വാക്ക് കൂട്ടിച്ചേർത്ത് അതിനെ മലീമസമാക്കാൻ പറ്റാത്ത തരത്തിലാണ് ഗുരു ആ സൂത്രത്തെ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. വേദാന്ത സൂത്രത്തിൽ, ബ്രഹ്മസൂത്രത്തിൽ നമുക്ക് അങ്ങനെ ആഡ് ചെയ്യാൻ പോർഷൻ ഉണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെ വരില്ല. കാരണം ഒരു വാക്കും കൊണ്ടും അതിനെ കളങ്കപ്പെടുത്താൻ പറ്റാത്ത രീതിയിലാണ് ഓരോ സൂത്രങ്ങളും ഗുരു അവിടെ രചിച്ചിട്ടുള്ളത്, അത് നമുക്ക് തന്നിട്ടുള്ളത്. അതിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് അത് മനസ്സിലാക്കാം. അപ്പോ പ്രസ്ഥാനത്രയങ്ങൾ പറഞ്ഞു: ഉപനിഷത്ത്, ബ്രഹ്മസൂത്രം, ഭഗവത്ഗീത. ഉപനിഷത്ത് നമ്മളെ ജ്ഞാനത്തിലേക്ക് എത്തിക്കുന്ന വഴികളാണ് നമ്മൾ പറഞ്ഞു. ഭഗവത്ഗീതയും ഇതുപോലെ തന്നെ എന്താ പറയാ, മഹാഭാരതത്തിന്റെ ഒത്ത നടുക്കുള്ള ഭീഷ്മ പർവത്തിൽ വരുന്ന ഭാഗമാണ് ഭഗവത്ഗീത. അത് ഉപനിഷത്ത് സാരമാണ്. പക്ഷെ അതിന്റെ ഒരു സന്ദർഭം ഇത്തിരി പ്രത്യേകതയുണ്ട്. വനാന്തരങ്ങളിലോ ശാന്തമായിരുന്നുള്ള ഋഷിയുപദേശം അല്ലായിരുന്നു. തീരെ പ്രക്ഷുബ്ധമായ അന്തരീക്ഷത്തിൽ യുദ്ധസമയത്ത്, യുദ്ധക്കളമാണ് മഹാഭാരതത്തിന്റെ ഭഗവത്ഗീതയുടെ രചനാ സന്ദർഭം, രചനാ പ്ലാറ്റ്ഫോം. അപ്പോൾ ഒരുവൻ ജ്ഞാനത്തിലേക്ക് എത്തിയിട്ട് അത് പ്രാക്ടിക്കലായിട്ട് ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ പതറിപ്പോകുന്ന സന്ദർഭമാണ് അർജുനുണ്ടായത്. നമ്മളൊക്കെ അങ്ങനെയാ. നമ്മൾ വേദാന്തം ഒക്കെ പഠിക്കും, പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ പഠിച്ച വേദാന്തം അവിടെ അപ്ലൈ ചെയ്യാൻ നമുക്ക് പറ്റാതെ നമ്മൾ തളർന്നു പോകുന്നുണ്ട്. അതുപോലൊരു തളർച്ചയാണ് അവിടെ അർജുനൻ ഉണ്ടായത്. ആ തളർച്ചയിൽ ഈ പഠിച്ച പാഠങ്ങളെ ഈ കർമ്മത്തിലേക്ക് എങ്ങനെ ഈ ജ്ഞാനത്തെ സമന്വയിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ആ ജീവിതത്തിലേക്ക് അതിനെ അപ്ലൈ ചെയ്യാനുള്ള ഒരു രീതിയാണ് ഭഗവത്ഗീതയിലൂടെ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോ കൃഷ്ണൻ എന്തിനാ കൊല്ലാൻ അർജുനനോട് പറഞ്ഞതെന്നല്ല, അവിടെ കൃഷ്ണനോട് കൊല്ലണ്ട, നീ തപസ്, അർജുനനോട് കൊല്ലണ്ട, നീ തപസ് ചെയ്തോ എന്ന് പറയുമ്പോൾ തപസ് ചെയ്യാനുള്ള മാനസികാവസ്ഥയിലുള്ള ഒരാളല്ല അർജുനൻ. ക്ഷത്രിയനാണ്, സ്വകർമ്മം ചെയ്യണം, യുദ്ധക്കളത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് നീ യുദ്ധം ചെയ്യുക. അവിടെയും പറയുകയാണ്, ഈ ഭൗതികതയ്ക്കപ്പുറം ആരെയും നീ കൊല്ലുന്നില്ല. ജനനം അജോ നിത്യഃ ശാശ്വതോയം പുരാണഃ ന ഹന്യതേ ഹന്യമാനേ ശരീരേ എന്നൊക്കെ ഉപനിഷത്തത്വം കോരിയിട്ടുകൊണ്ടാണ് പ്രാക്ടിക്കൽ സൈഡ് പറഞ്ഞു കൊടുക്കുന്നത്. ശരീരേ പോവുള്ളൂ, ആത്മാവിനെ കൊല്ലാനൊന്നും പറ്റില്ല എന്ന വേദാന്ത തത്വത്തോടെ ഉപനിഷത്ത് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോ അവിടെയും ജ്ഞാനം ഉപദേശിക്കുന്ന സന്ദർഭം ഒത്തിരി ബഹളായമാനമായ അന്തരീക്ഷമാണ്. പക്ഷെ അതും നമ്മള് ജീവിതത്തിൽ പഠിക്കേണ്ട ശ്രേഷ്ഠമായ ഗ്രന്ഥമാണ് ഭഗവത്ഗീത. ഇനി അപ്പൊ ഉപനിഷത്ത്, ബ്രഹ്മസൂത്രം, ഭഗവത്ഗീത, പ്രസ്ഥാനത്രയങ്ങൾ നമ്മൾ പറഞ്ഞു. ബ്രഹ്മസൂത്രത്തെ കുറിച്ച് ചെറിയൊരു വിവരം പറഞ്ഞു. ഉപനിഷത്ത് നമ്മൾ ഒരു ഉപനിഷത്ത് പഠിച്ചു കഴിഞ്ഞതാണ്.
ഉപനിഷത്ത് വേദസാര സംഗ്രഹമാണ്, പരമമായ സത്യമാണ് അതിലിരിക്കുന്നത് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് സൂത്രം. നമ്മുടെ ടെക്സ്റ്റ് അല്ലെങ്കിൽ നമ്മൾ പഠിക്കാനുള്ള പാഠഭാഗം വേദാന്ത സൂത്രം എന്നാണ്. എന്താണ് സൂത്രം? മുമ്പ് നമ്മൾ പഠിക്കേണ്ടത് ഈ ഉപനിഷത്ത് കാലത്തിന് ശേഷമാണ് സൂത്ര പീരീഡ് വരുന്നത്. സൂത്ര കാലഘട്ടം വേദിക് പീരീഡിന് ശേഷമാണ് സൂത്ര പീരീഡ് വരുന്നത്. അത് ഒരു സംസ്കൃത സാഹിത്യത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു പീരീഡാണ് സൂത്ര പീരീഡ്. നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ ഈ ആധ്യാത്മ ശാസ്ത്രങ്ങളുടെയൊക്കെ ഒരു രീതിയെ ആ ഋഷിമാരുടെ തലയാണ് നമ്മൾ ഓർക്കേണ്ടത്. അപ്പോ സൂത്രരൂപത്തിലുള്ള സാഹിത്യരചന സംസ്കൃത സാഹിത്യത്തിന്റെ മാത്രം പ്രത്യേകതയാണ്. അത് ശാസ്ത്രങ്ങൾ സൂത്രരൂപത്തിൽ ചെറു ചെറു വാക്യങ്ങളായി നിബന്ധിച്ച് വെക്കുന്നത് പ്രാചീന ഭാരത സംസ്കാരത്തിന്റെ ഒരു ശീലമാണ്. ഇത് ശാസ്ത്രങ്ങൾ ചെറു ചെറു സൂത്രങ്ങളായിട്ട് ഘടിപ്പിച്ചു വെക്കുക പ്രാചീന ഭാരത സംസ്കാരത്തിൽ വരുന്ന ഒന്നാണ്. അപ്പോൾ വളരെ ശ്രദ്ധേയമായ ഒരു ശൈലിയാണ് സൂത്ര ശൈലി. ഉപനിഷത്ത് കാലഘട്ടത്തിന് ശേഷമാണ് സൂത്ര പീരീഡ് വരുന്നത്. എന്തിനാ ഇതെന്ന് വെച്ചാൽ അച്ചടി ഉണ്ടായിരുന്നില്ല. ഗുരുമുഖത്തു നിന്ന് കേട്ടത് ശിഷ്യന്റെ ശ്രവണപുടങ്ങളിലൂടെ നേരെ ഹൃദയത്തിൽ പതിച്ചിരുന്നു. ഇത് സൂത്ര രൂപത്തിലാക്കി വെച്ചു. ഇപ്പൊ നമ്മളൊരു പ്രഭാഷണം തയ്യാറാക്കുവാണ്. ഒരു 10 പേജുള്ള പ്രഭാഷണം തയ്യാറാക്കിയിട്ട് നമ്മൾ അതിനെ 5 പോയിന്റ് ആക്കി ഡിവൈഡ് ചെയ്തു. അപ്പൊ ആദ്യത്തെ പോയിന്റ് കാണുമ്പോൾ നമുക്ക് ആദ്യത്തെ പോയിന്റിൽ ഞാൻ എന്തെല്ലാം കാര്യമാണ് ഉൾപ്പെടുത്തിയേക്കണത് എന്ന് മനസ്സിലാകണമെങ്കിൽ ഈ പ്രഭാഷണം തയ്യാറാക്കിയവർക്കേ പറ്റുള്ളൂ. ആ സൂത്രത്തിൽ ഉൾക്കൊള്ളിരിക്കുന്ന ജ്ഞാനത്തെ പഠിച്ചിട്ട് അറിഞ്ഞിട്ട് അത് മനസ്സിലാകുന്നതിന് വേണ്ടി സൂത്രരൂപത്തിൽ നിബന്ധിച്ചു വെച്ചേക്കുക. അപ്പൊ നമ്മളെ പോലെയുള്ളവർക്ക് അത് പഠിക്കണമെങ്കിൽ ഭാഷ്യം വേണം, വ്യാഖ്യാനം വേണം. വിപുലമായ ഒരാശയത്തെ വളരെ കുറച്ച് വാക്കുകൾ കൊണ്ട് വ്യഞ്ചിപ്പിക്കുന്നു. അതാണ് സൂത്രം. തെറ്റുകളെ ഒഴിവാക്കി ഒരു വാക്കിനെ കൃത്യമായി ഉച്ചരിച്ചു കൊണ്ടുപോകാനുള്ള ശാസ്ത്രമാണെന്ന് ആലോചിച്ച് നോക്കിയേ. എന്തെല്ലാം പദ്ധതികളാണ് പിന്നെ ഋഷിമാർ ആവിഷ്കരിച്ചിരിക്കുന്നത്. തെറ്റുകൾ വരാനേ പാടില്ല. ഇപ്പൊ ഗുരുവിന്റെ കൃതികളൊക്കെ നമ്മൾ ചൊല്ലുമ്പോൾ നമുക്ക് തെറ്റ് വരുമ്പോൾ ഋഷിമാർക്ക് അത് സഹിക്കില്ല, അല്ലെ? ഗുരു എപ്പോഴും പറയും ചൊല്ലാൻ എളുപ്പമെന്ന് കരുതി തെറ്റായ വാക്ക് പ്രയോഗിക്കരുത്. അല്ല, അത് ഋഷിമാരുടെ ആ ഒരു രീതിയാണ്. അതിലാണ് ശിക്ഷാശാസ്ത്രം പഠിക്കണം വേദം പഠിക്കുന്നതിന് മുമ്പ്. അപ്പൊ പറയാണ് ഉച്ചാരണ ശാസ്ത്രമാണ് ശിക്ഷാശാസ്ത്രം. തെറ്റിനെ ഒഴിവാക്കി വാക്കിനെ കൃത്യമായി ഉച്ചരിച്ചു കൊണ്ടുപോകുവാനുള്ള ശാസ്ത്രമാണ് ശിക്ഷാശാസ്ത്രം, ഉച്ചാരണ ശാസ്ത്രം. രണ്ടാമത്തെ വേദാംഗമാണ് കൽപ്പം. കൽപ്പം കൽപ്പം എന്ന് പറയും. അതായത് വൈദികമായ കർമ്മങ്ങളുടെ അനുഷ്ഠാനത്തെ പറയുന്ന വിവരിക്കുന്ന ശാസ്ത്രം. തെറ്റാതെ ഉച്ചരിച്ചു കൊള്ളണം. വേദത്തിൽ ഒരു വാക്കിന്റെ ഒരക്ഷരം മാറിപ്പോയാലും അവിടെ പിഴയ്ക്കും. അതുകൊണ്ട് തെറ്റായ ഉച്ചാരണം വരാതെ ശുദ്ധവും നേരായ രീതിയിലുള്ള ഉച്ചാരണം പഠിപ്പിക്കുന്നു ശിക്ഷ. കൽപ്പം വൈദിക കർമ്മങ്ങളെ എങ്ങനെയൊക്കെ അനുഷ്ഠിക്കണമെന്ന് പഠിപ്പിക്കുന്നു. ഇനി നിരുക്തം, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നിരുക്തം. അർത്ഥനിർവചനം. നമ്മളിപ്പോ ഒരു വാക്കിന് ഓരോരുത്തർക്ക് ഇഷ്ടം പോലെയാണ് അതിന് അർത്ഥം പറഞ്ഞുകൊണ്ട് വ്യാഖ്യാനിക്കുന്നത്. അങ്ങനെ ആ രീതി പറ്റില്ല. വേദത്തെ വ്യാഖ്യാനിക്കണമെങ്കിൽ നിരുക്തം പഠിച്ചിരിക്കണം. നിരുക്തശാസ്ത്രത്തിൽ വൈദിക പദങ്ങളുടെ, നമ്മൾ ഈ യാസ്ക നിരുക്തത്തെ കുറിച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, വൈദിക പദങ്ങളുടെ അർത്ഥനിർണയം നടത്തുന്ന ശാസ്ത്രമാണ് നിരുക്തം. അത് തെറ്റായി അർത്ഥനിർണയം നടത്തിയിട്ടാണ് ഇന്ന് സമൂഹത്തിൽ കാണുന്ന തെറ്റായ ആചാരക്രമങ്ങൾ ഉള്ളത്. ശങ്കരഭഗവത്പാദരുടെ കാലത്ത് ഇതുപോലെ വേദത്തിൽ നിന്ന് തത്വത്തിൽ നിന്ന് പിഴച്ചു പോയിട്ട് ജ്ഞാനത്തിന്റെ പ്രാധാന്യം നഷ്ടപ്പെട്ട് കർമ്മകാണ്ഡത്തിലേക്ക് മാത്രം പതിച്ചു പോയ ഒരു കാലഘട്ടത്തിലാണ് ആചാര്യസ്വാമികൾ അതിനെ ജ്ഞാനത്തിലേക്ക് ഉയർത്തിയതും അദ്വൈതത്തെ പ്രോജ്വലിപ്പിച്ചതും ബ്രഹ്മസൂത്രത്തിനും ഉപനിഷത്തിനും ഭഗവത്ഗീതയ്ക്കും ഭാഷ്യം ചമച്ചു തന്നതും. ആ കൃപാലുവിനെ നമുക്ക് മറക്കാൻ പറ്റുമോ? പറ്റില്ല. അതിൽ കടന്നുകൂടി ചില തെറ്റുകളൊക്കെ ഗുരു നമ്മൾ സൂചിപ്പിച്ച് തന്നിട്ടുണ്ട്. അത് ഗുരുക്കന്മാർക്കേ പറയാൻ പറ്റുള്ളൂ, നമുക്കത് പറയാനുള്ള ശക്തിയൊന്നുമില്ല. അപ്പോ അദ്വൈതം നഷ്ടപ്പെട്ട് ദ്വൈതത്തിലേക്ക് പോയ കാലഘട്ടത്തിലാണ് ശങ്കരാചാര്യർ അദ്വൈത സിദ്ധാന്തത്തെ പ്രോജ്വലിപ്പിക്കുന്ന രീതിയിൽ ഉപനിഷത്തിനും ബ്രഹ്മസൂത്രത്തിനും ഭഗവത്ഗീതയ്ക്കും ഭാഷ്യം ചമയ്ക്കുന്നത്. അതിൽ ഏത് പുഴുക്കത്ത് കടന്നുകൂടിയാലും
സത്യത്തിനെ മറയ്ക്കാൻ ഒരു കാലത്തും ആർക്കും പറ്റില്ല. ഗുരു അതുകൊണ്ടാണ് അതിനെയെല്ലാം സംശുദ്ധീകരിച്ചുകൊണ്ട് 24 സൂത്രങ്ങളിലാക്കി നമുക്ക് തന്നത്, വേദാന്ത സൂത്രമാക്കി തന്നത്.